ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവനൊരു അതിര് വരച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കണ്ട. നീയും ഇവളും. എന്റെ അവസ്ഥ മനസ്സിലാക്കി ഗിരി എന്നെ സഹായിക്കണം. പണം ഞാൻ നാളെ തന്നെ തരാം. ഗിരിക്കും എന്നെ പോലെ സഹോദരിമാരൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എന്റെ വിഷമം ശരിക്കും മനസ്സിലാക്കണ്ടേ? അനിയത്തിയുടെ വിവാഹം ഉറപ്പിക്കില്ല അല്ലേ? ആ അതെ. ശരി, സാധനം എടുത്തോണ്ട് പോക്കോ. ഗിരി, ഇനി ഇതിന്റെ കുറവുകൊണ്ട് ചേട്ടൻ നാണം കടണ്ട. നാളത്തെ വിവാഹം ഉറപ്പിക്കില്ലേ ഗംഭീരമാക്കണം. സദ്യക്ക് എങ്കേമാക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ പണം നാളെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി വെപ്രാളപ്പെടുകയൊന്നും വേണ്ട. സൗകര്യം പോലെ തന്നാ മതി. ചേട്ടൻ വിട്ടോ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. ശരി. അതെ ചേട്ടാ, സാധനങ്ങൾ ചോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ കൊണ്ട് തരും. ഏയ് അത് വേണ്ട. പാവം. 10-50 പൈസ കൂടുതൽ ആർക്കും ഒരു ദിവസത്തേക്ക് കടം കൊടുക്കാത്ത ആളാ ഇപ്പൊ 3000 രൂപയുടെ സാധനങ്ങൾ കടം കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ അനിയത്തിമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ചേട്ടന്മാരുടെ അവസ്ഥ കണ്ട അപ്പം ഗിരിയേട്ടന്റെ മനസ്സ് നിന്ന് ഒഴുകി പോവില്ലേ? എടാ സോമു, സഹോദരിമാരുള്ള ഒരു ചേട്ടന്റെ വിഷമം സഹോദരിമാരുള്ള മറ്റൊരു ചേട്ടനെ മനസ്സിലാവൂ. ഓ ആ, ഞാനിത് ആരോടെ പറയുന്നു? നിനക്ക് സഹോദരിമാരില്ലല്ലോ, അതുകൊണ്ട് ഈ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എന്റെ രത്നേച്ചി, ഏട്ടന്റെ ബൈക്കിന്റെ പിറകിൽ പാറു ചേച്ചി ഇരിക്കുന്ന കാഴ്ച ചേച്ചി ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരുമാതിരി ഭാര്യ ഭർത്താക്കന്മാര് പോവില്ലേ, അതുപോലെ രണ്ടെണ്ണം പോയെ. എന്റെ രത്നേച്ചി, ഈ രശ്മി ചേച്ചി ചുമ്മാ ബിൽഡപ്പെട്ട് പറയുന്നതാ. അയ്യോ അങ്ങനെ അല്ലെന്നേ, എന്റെ കയ്യിൽ മൊബൈൽ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങളൊക്കെ കാണിച്ചു തന്നേനെ. ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചാണായിരുന്നേ? അല്ല, തലയില കയറിയിരുന്ന് പുതിയ നുണയും പറഞ്ഞിരിക്കാതെ പോയിരുന്നു പഠിക്കടി. വഴക്ക് പറയാതെ ചേച്ചി, കുഞ്ഞ് ആകാംക്ഷ കൊണ്ട് ചോദിച്ചല്ലേ. കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു മോളെ. ആണോ? ചേച്ചി, ഏട്ടൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇനി പാറു ചേച്ചി ആയിരിക്കോ? അതാവാനാ സാധ്യത. എന്റെ വിഷമം അതല്ലെന്നേ, എന്നെ കണ്ടിട്ട് അവർ മൈൻഡ് ചെയ്തില്ല. ഏട്ടൻ എന്നെ കണ്ടിട്ട് ഒരു വടയും ചായെങ്കിലും വാങ്ങിച്ചു തന്നൂടായിരുന്നോ? അച്ചോടാ പോട്ടെ. ചേച്ചി എന്താ ആലോചിക്കുന്നേ? അല്ല, ഏട്ടന്റെ മനസ്സിൽ പാറു ഉണ്ടോന്ന് ചിന്തിച്ചതാ. ചിന്തിക്കാനൊന്നുമില്ല, അവിടെ പാറു ചേച്ചിയുണ്ട്. ആ ഒരൊറ്റ സീൻ കൊണ്ട് എനിക്കത് മനസ്സിലായി. അത് നീയല്ല പറയേണ്ടത്, ഏട്ടൻ പറയണം. എന്തായാലും ഏട്ടൻ വരട്ടെ. മതി അമ്മേ, കഴിക്കങ്ങോട്ട്. മുതലാളി, നീ ആ പഞ്ചായത്ത് കൊടുക്കാനുള്ള പേപ്പറൊക്കെ കൊടുത്തോ? കൊടുത്തു. അല്ല, മോള് ഭാഗ്യച്ചിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് കുറച്ച് നാളായല്ലേ? കഴിക്ക്. കാണുന്നവർക്കെല്ലാം പാറുമോളെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. പക്ഷേ പറഞ്ഞതൊന്നും അത്ര സുഖമുള്ള കാര്യമല്ലെന്ന് മാത്രം. മോള് മുതലാളി അയച്ച വണ്ടിയിൽ വരേണ്ടതായിരുന്നു. ഗിരിക്കൊപ്പം വന്നത് ശരിയായില്ല. ആൾക്കാർ ഓരോരോ കഥകളുണ്ടാക്കി പറയുക. പഠിപ്പ് കൂടിപ്പോയതുകൊണ്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമോശം കാണിക്കുന്നത്. അവള് വേറെ ആരുടെയും കൂടെ അല്ലല്ലോ വന്നത്, നമ്മുടെ ഗിരിക്കൊപ്പല്ലേ. അവൻ ഇവളുടെ അമ്മാവന്റെ മോനല്ലേ?
ഗൗരവത്തെ കുറിച്ച് വർണ്ണിച്ച് നീ അവന്റെ സ്ഥാനം വല്ലാണ്ടങ്ങ് മേൽപോട്ട് കൊണ്ടുപോണ്ട കേട്ടോടി. ഞാൻ അവനൊരു അതിര് വരച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കണ്ട. നീയും ഇവിടും. അതെ, പിന്നൊരു കാര്യം, നീ ഇനി പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. പഠിച്ചിടത്തോളം മതി. ഏതായാലും MBBS കിട്ടിയല്ലോ. ഇനിയുള്ള കാലം ഇവിടെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞാ മതി. അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാ നിന്നെ ഞാൻ തിരികെ വിളിപ്പിച്ചതും. ഇവിടം വിട്ട് നീ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. പൊന്നമ്പിളി മലർമഞ്ഞ് മാലയിട്ട് ആ എവിടെ എല്ലാരും? രത്നേ, റാണി, കുഞ്ഞി, കുഞ്ഞി, എവിടെ പോയി എല്ലാരും? കുഞ്ഞി, ആ എന്തുപറ്റി? എന്റെ പിള്ളേര് ആകെ ഗൗരവത്തിലാണല്ലോ. അതെ, ഗൗരവത്തിൽ തന്നെയാ. അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഏട്ടൻ കാണിച്ചു കൂട്ടുന്നത്. ഞാനെന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? അയ്യോ, ഒന്നും അറിയത്തില്ല. പഞ്ചപാവം. എന്തുപറ്റി കുഞ്ഞി? കുറച്ച് സീരിയസ് കാര്യമാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ തുറന്നു പറയുന്നുണ്ടോ? ആ, ഞങ്ങൾക്കും അത് തന്നെ ഏട്ടനോട് പറയാനുള്ളത്. ഞാനെന്ത് മനസ്സിൽ വെച്ചോണ്ടിരുന്നതാ ഈ പറയുന്നത്? ഒരു പെണ്ണിനെ. പെണ്ണിനെയോ? അതെ, ഒരു സുന്ദരിയായ പെണ്ണിനെ. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവതി, അതാണ് ഇപ്പോഴത്തെ വിഷയം. ആ, ഓ അതാണോ? അതെ, അത് തന്നെയാ. പാർവതി, ഓ സാക്ഷാൽ കൈലാസനാഥന്റെ പ്രിയ പത്നിയായ പാർവതി ദേവി. ദാക്ഷായണി, ഗൗരി, ഭവാനി എന്നുള്ളവയാണ് പാർവതി ദേവിയുടെ മറ്റു പേരുകൾ. ഒരു ടീച്ചറായിട്ട് നിനക്കത് അറിയില്ല എന്ന് പറയുന്നതേ കഷ്ടം തന്നെ.